തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനുള്ളിൽ തോക്കുമായി എത്തിയ ക്രിമിനൽ കേസ് പ്രതി രക്ഷപ്പെട്ടു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പട്ടാപ്പകലാണ് തോക്കുമായി ക്രിമിനൽ എത്തിയത്. ആറ്റിങ്ങൽ കല്ലമ്പലം സ്വദേശി സതീഷ് സാവണാണ് ആശുപത്രിക്കുള്ളിൽ പ്രവേശിച്ചത്. മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലാണ് ഇയാൾ തോക്കുമായി എത്തിയത്. സുരക്ഷാ ജീവനക്കാർ സതീഷിനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഒരു കേസിൽ ജയിലിലായിരുന്ന സതീഷ് അടുത്തിടെയാണ് ജാമ്യത്തിലിറങ്ങിയത്. വൈകുന്നേരം 4:30യോടെയാണ് ഇയാൾ ആശുപത്രിക്കുള്ളിലെത്തിയത്. സുഹൃത്തിനെ കാണാനെന്ന വ്യാജേനയാണ് ആശുപത്രിയിലെത്തിയത്. അതേസമയം എന്തിനാണോ സതീഷ് തോക്കുമായി മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിയതെന്ന് വ്യക്തമല്ല. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. എയർഗണ്ണുമായി അത്യാഹിത വിഭാഗത്തിൽ ഓടിക്കയറുകയായിരുന്നു. കല്ലമ്പലം സ്വദേശി സതീഷ് സാവൺ ആണ് മെഡിക്കൽ കോളേജിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചത്. എയർഗൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കല്ലമ്പലം പോലീസ് സ്റ്റേഷനിൽ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് ഈ സതീഷ്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഇയാൾ നിരവധി കേസുകളിലെ പ്രതിയുമാണ്. കഴിഞ്ഞ 2 ദിവസം മുന്നെയാണ് സമാനമായ മറ്റൊരു രീതിയിലുള്ള ഒരു ഗുണ്ടായിസം സംഭവത്തിൽ ഇയാൾ അറസ്റ്റിലായതും ജയിൽ മോചിതനായതും. നിരവധി കേസുകളിലെ പ്രതിയായതുകൊണ്ട് തന്നെ ഇത്തരമൊരു സംഭവം നടന്നത് സുഹൃത്തിനെ കാണാനെന്ന വ്യാജേനയാണെങ്കിലും ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ, ക്രിമിനൽ കാര്യങ്ങളുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.